സഞ്ചാരത്തിന്റെ തുടക്കത്തിൽ ഇപ്പോൾ ഏഷ്യാനെറ്റിൽ നിന്ന് 10-20 എപ്പിസോഡിന് ശേഷമാണ് ഒരു എപ്പിസോഡ് 4 വർഷം ആ 4 വർഷം ഞാൻ ഇതുമായിട്ട് നടന്നു. കാത്തിരുന്നു 20 എപ്പിസോഡ്. കാത്തിരിക്കുകയല്ല, അപ്പോഴും പുതിയ പുതിയ സ്ഥലങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുക. ആ 20 എപ്പിസോഡ് ഫിനിഷ് ചെയ്ത് അവരുടെ കയ്യിൽ കൊടുത്തതാണ്. നമ്മുടെ ഈ സഞ്ചാരങ്ങളൊക്കെ കണ്ടിട്ട് ആളുകളൊക്കെ സഞ്ചരിച്ചതുപോലെ തന്നെ ഒരു പ്രതീതി ഉണ്ടാക്കി. അവരൊക്കെ വന്ന് നിന്ന് അഭിപ്രായം പറയുമ്പോൾ, അടുത്ത് വന്ന് നിന്ന് അഭിപ്രായം പറയുമ്പോൾ നമുക്ക് പ്രൗഡ് ഉണ്ടാക്കി. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ ടെലിവിഷൻ എന്ന് പറയുന്ന ബിസിനസ്സിനകത്ത് പരസ്യമില്ലാതെ നമ്മൾ ഈ കാര്യം നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് കാണുമ്പോൾ ഇപ്പോഴും എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്ന് പറയുന്നത് ഇതെങ്ങനെ സാധിക്കണം എന്നുള്ളത്, ഇതെങ്ങനെ പറ്റുന്നു എന്നുള്ളത്. ഒരു 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 സംഭവം നമുക്ക് കിട്ടും, നമ്മുടെ തന്നെ പ്രോഡക്ട്സ് പലതും അതിനകത്ത് നമുക്ക് പരസ്യമായിട്ട് വിടാൻ പറ്റും. പക്ഷെ അതുകൊണ്ട് നിൽക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. പറ്റുന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല തെളിവല്ലേ ഇത്. ഞാൻ പറയുന്നു, രജനീഷ് ഒരാഴ്ച എൻ്റെ കൂടെ ഇവിടെ നിന്നാൽ ഇതിൻ്റെ ടെക്നിക്ക് മനസ്സിലാക്കാം. അത്ര സിമ്പിളാ, അത്ര സിമ്പിളാ. കാരണം ഒരു കാര്യത്തെ എങ്ങനെ ഏറ്റവും സിമ്പിളായിട്ടും ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായിട്ടും ചെയ്യാമെന്ന് റിസർച്ച് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അത് തന്നെ വലിയൊരു ഒരു ഉദാഹരണം പക്ഷേ സ്വന്തമായിട്ട് എഡിറ്റ് ചെയ്യുന്നൊക്കെ കടന്ന കൈയായി പോയില്ല എന്നാണ് സോഷ്യൽ മീഡിയ ചോദിച്ചത്. ഞാനൊരു കാര്യം ചോദിട്ടെ, MD സ്വന്തമായിട്ട് എഴുതുന്ന ഒരു തെറ്റാണോ? അല്ലെ, ശരിയാണ്. എന്റെ മനസ്സിലുള്ള രീതിയിലാണ് വിഷ്വൽ വിന്യസിക്കേണ്ടെങ്കിൽ ഞാൻ ചെയ്യണ്ടേ? മനസ്സിലായോ? പക്ഷെ പ്രോഗ്രാം പ്രൊഡ്യൂസറായിട്ട് നമ്മൾ കൂടെ ഇരുന്നുകൂടെ എന്നുള്ളതാണ്. എന്തിന് അത്ര സമയം വേണ്ടല്ലോ എനിക്ക് തന്നെ ഇരുന്ന് എഡിറ്റ് ചെയ്യാൻ? അതാണ് പ്രശ്നം. എന്റെ എഡിറ്റർ 8 മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന എഡിറ്റിംഗ് ഞാൻ 1.5 മണിക്കൂർ കൊണ്ട് ചെയ്യും. കാരണം അവൻ ചെയ്യുന്നതിന് എത്ര കൊല്ലം മുമ്പ് പണി തുടങ്ങിയതാ ഞാൻ. തന്നെയല്ല, ഈ സ്ഥലം മുഴുവൻ കണ്ടത് ഞാനല്ലേ, അതിന്റെ ക്രമം എനിക്കല്ലേ അറിയൂ. കംപ്രസ് ചെയ്യണമെങ്കിൽ നമ്മൾ കംപ്രസ് ചെയ്യലല്ലെന്ന്, ഈ സഞ്ചാരത്തിൽ പോയി റഷ് ഷൂട്ട് ചെയ്തുകൊണ്ട് വന്ന സാധനം നിങ്ങളെ തന്ന നിങ്ങൾ ഒരു അന്തവും കുന്തവും കിട്ടാതെ അവിടെ ഇരിക്കുകയുള്ളൂ. ഒരു 10,000 ഷോട്ട്സ് ഉണ്ടാവും. ഹിരോഷിമ എന്ന് പറഞ്ഞ സിറ്റിയിൽ ചെന്ന് ഇറങ്ങുന്ന മുതലുള്ള ഷോട്ടുകളിൽ ഹോട്ടലിൽ മുതൽ ഇത് എങ്ങനെ എന്റെ മനസ്സിലെ കഥയ്ക്കനുസരിച്ച് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. മനസ്സിലായോ? ആ കഥ എന്റെ മനസ്സിലേ ഉള്ളൂ. ആ കഥ പറഞ്ഞുകൊണ്ടാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ സ്റ്റേറ്റ്മെന്റും പറയുമ്പോൾ അവിടെ ഏത് വിഷൽ വരണം. ഞങ്ങൾ പുറത്തേക്ക് നടന്നു, കയറിയ ഉടനെ തന്നെ വാതിലുകൾ അടഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ സീറ്റ് കണ്ടുപിടിച്ചു, 16ാമത്തെ സീറ്റാണ് എൻ്റേത്, അത് വിൻഡോ സീറ്റാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. മനസ്സിലായി? ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ക്രമത്തിലാണ് ഞാൻ ഷോട്ടുകൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ സ്ക്രിപ്റ്റ് വരുമ്പം എത്ര ലെങ്ത് വേണം ഒരു ഷോട്ടിന് എൻ്റെ മനസ്സിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ പർട്ടിക്കുലർ ഷോട്ടിന്, ഇപ്പോൾ വാതിലുകൾ അടഞ്ഞു എന്ന് പറയുന്ന ഷോട്ടിന് എത്ര സമയം ലെങ്ത് ഇടണം എന്നുള്ളത് എങ്ങനെ ഒരു എഡിറ്റർക്ക് അറിയാൻ പറ്റും? ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. ഈ 27 കൊല്ലമായിട്ട് ഈ പണി ചെയ്തിട്ട് ഞാൻ മെനക്കെടുന്നതിന് എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് ഉണ്ടെങ്കിൽ എല്ലാത്തിനും ഞാൻ ആളെ ഇരുത്തില്ലേ? എൻ്റെ ചാനലിലും എൻ്റെ സ്ഥാപനത്തിലും 300-ലധികം ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. അവരൊക്കെ വെറുതെ ഇരിക്കുകയാണ്, ഞാൻ മാത്രമാണ് ജോലി ചെയ്യുന്നതെന്നാണ് നിങ്ങൾ കരുതുന്നത്? എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ ആ പണി എല്ലാം ബാക്കിയുള്ളവരെ ഏൽപ്പിക്കുന്ന ഒരു പണി ആളാണ് ഞാൻ. ഏറ്റവും എളുപ്പമുള്ള പണി ഏതാണോ അത് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. സഞ്ചാരം ചെയ്യാൻ പ്രായോഗികമായിട്ടും അതിൻ്റെ ക്വാളിറ്റി പരമായിട്ടും ഏറ്റവും എളുപ്പത്തിലും ചെയ്യാവുന്ന പണിയാണ് ഞാൻ ചെയ്യുന്ന മുഴുവൻ. കാരണം ഞാൻ ചെയ്യുന്ന പണി ഒരുത്തനെ ഏൽപ്പിച്ചാൽ ഒരു സംശയവും വേണ്ട, അവനൊരു 3 ദിവസം കൊണ്ട് ഒരു എപ്പിസോഡ് ഉണ്ടാക്കി തരും. അത് ഞാൻ ഈ സ്ക്രിപ്റ്റ് പറയാൻ വെച്ചിരിക്കുന്നതായിട്ട് ഒരു ബന്ധമുള്ളതായിരിക്കില്ല, അതിൻ്റെ ഒരു ക്രമം ഉണ്ടാവില്ല. ഈ വിമർശിക്കുന്ന ആളുകൾ സഞ്ചാരം പോലെ, വ്ളോഗല്ല, സഞ്ചാരം പോലെ ഒരു എപ്പിസോഡ് ഷൂട്ട് ചെയ്തിട്ട് വേറെ ആരെ കൊണ്ട് എഡിറ്റ് ചെയ്തിട്ട് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഇത് ഇത്തരം ഒരു മേഖല ഒരിക്കലും പ്രവർത്തിച്ചിട്ട് പോലും ഇല്ലാത്തവരാണ് ഈ അഭിപ്രായം പറയുന്നത്. ഞാനൊരു സംരംഭകനാ, സക്സസ്ഫുൾ ബിസിനസ്സുകാരനാ. ഇപ്പോഴും ഞാൻ ഇതുവരെ പരാജയപ്പെട്ടിട്ടില്ല. പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ, പക്ഷേ എൻ്റെ ബിസിനസ് ഒക്കെ വിജയിപ്പിച്ച ഒരാളാണ് ഞാൻ. അവിടെ പ്രായോഗിക ബുദ്ധിയുള്ള ഒരാൾ തന്നെയാണ് ഞാൻ. 100-300 ആളുകൾ ഇവിടെ വെറുതെ ഇരിക്കുകയാണോ? അവർക്ക് എല്ലാ ആവശ്യത്തിന് ജോലിയുണ്ട്. അവിടെ ഞാൻ ഇടപെടേണ്ടെന്ന് അത്യാവശ്യമുള്ളത് മാത്രമേ ചെയ്യുന്നുള്ളൂ. നിങ്ങൾ എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ വന്നത് ഈ പെർഫെക്ഷനോടുകൂടി ചെയ്ത, അല്ലെങ്കിൽ ആ യുണീക്നെസ് ഉള്ള ആ സഞ്ചാരത്തിന്റെ പേരിലാണ് പ്രധാനമായിട്ട്, അല്ലേ? ലേബർ ഡേയുടെ MD എന്ന് പറഞ്ഞിട്ടല്ല എന്നെ കാണാൻ വന്നത്. സഞ്ചാര എക്സ്പ്ലോറേഷൻ നടത്തുന്ന ടൂർ കമ്പനിയുടെ MD എന്ന് പറഞ്ഞിട്ടല്ല വന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ പ്രോഡക്റ്റ് ആണ് എന്നെ പ്ലേസ് ചെയ്തതെന്ന് എനിക്ക് നല്ല ബോധമുണ്ട്. അവിടെ എൻ്റെ എഡിറ്റർ വെക്കുന്ന ഒരു സാധനം പോരാ. എഡിറ്റർമാരുടെ ആ ലെവലിലേ ഉള്ളോ സന്തോഷ് ജോർജ് കുളങ്ങര എന്ന് പറയുന്നത്? ഒരു സാധാരണ വീഡിയോ എഡിറ്റർ ചിന്തിക്കുന്ന മട്ടിലാണ് സന്തോഷ് ജോർജ് കുളങ്ങര ചിന്തിക്കുന്നതല്ലേ പറഞ്ഞതിന്റെ അർത്ഥം? ആണോ? നിങ്ങൾ ചെയ്യുന്ന പണി വീഡിയോ എഡിറ്റർ എത്തിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, അതിൻ്റെ മറ്റൊരു വ്യംഗ്യാർത്ഥം എന്താ? നിങ്ങൾക്കും നിങ്ങളുടെ വീഡിയോ എഡിറ്റർക്കും ഏതാണ്ട് ഒരേ ചിന്താഗതി തന്നെയാണ്. നിങ്ങളെ റീപ്ലേസ് ചെയ്യാൻ ഒരു വീഡിയോ എഡിറ്റർ മതി എന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത്? ഒരിക്കലും അല്ല. അതാണ് അതിന്റെ അർത്ഥം. കൃത്യമായ വിഷനോടുകൂടി നിങ്ങൾ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഈ പറയുന്ന സാധനവും കാണുന്ന സാധനവും കൂടെ സിങ്ക് ആവുന്നത്. അവിടെ ആ പവർഫുൾ ആയ ഡയലോഗ് അവിടെ വരുന്നത്, അത് കൃത്യമായ വിഷനുമായിട്ട് സിങ്ക് ചെയ്ത് പോകുന്നത്. ആ വിഷ്വലിന് വേണ്ട ഡയലോഗ് ആദ്യം മനസ്സിൽ വെച്ചിട്ടാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. അത് എൻ്റെ മനസ്സിലേ ഉള്ളൂ. സ്ക്രിപ്റ്റ് എഴുതിയിട്ട് പോയി ചെയ്യാവുന്നൊരു സാധനമല്ല ട്രാവലോഗ്.
നിങ്ങൾ ചെല്ലുന്നിടത്തുനിന്നാണ് കിട്ടുന്നത്. അതെ ആ അനുഭവങ്ങളും വികാരം മുഴുവൻ നിങ്ങളുടെ മനസ്സിലേ ഉള്ളൂ. അത് എഡിറ്റ് ചെയ്ത് സ്ക്രിപ്റ്റ് ആക്കി അതിനെ റെക്കോർഡ് ചെയ്ത് തീരുന്നിടം വരെ അവിടെ നിങ്ങൾക്ക് വേറൊരാളെ അതൊന്ന് കൺവേ ചെയ്ത് എങ്ങനെ കൊടുക്കും? നിങ്ങൾ ഈ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് നിങ്ങളുടെ ഓഫീസിൽ ചെന്നിട്ട് അവിടെ ഇരിക്കുന്ന ഒരാളോട് ഇവിടെ നമ്മൾ പറഞ്ഞതെല്ലാം ഇവിടെ തിരിച്ചു പറഞ്ഞു കൊടുത്ത് എങ്ങനെയുണ്ടോ അത് കൺവേ ചെയ്യുക എന്ന് ആലോചിക്കേ. ഇവിടെ നമ്മൾ സംസാരിച്ചതിന്റെ ഒരു 10% എങ്കിലും നിങ്ങൾക്ക് ഓർമ്മയിൽ നിന്ന് പോയി എടുത്ത് കൺവേ ചെയ്ത് കൊടുത്ത് അയാളെ അത് ബോധ്യപ്പെടുത്താൻ പറ്റുമോ? പറ്റില്ല. എന്നാൽ ഇത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് കാണിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് മനസ്സിലാവും അല്ലേ? ഇതാണ് വ്യത്യാസം. വീഡിയോ എഡിറ്റർ എന്ന് പറയുന്നത് ശൂന്യതയൊന്നും സൃഷ്ടിക്കാൻ കഴിയുന്ന ആളല്ല. ഒരു സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ അത് വെച്ച് അയാൾ എഡിറ്റ് ചെയ്യും. ഒരു മൊണ്ടാഷ് എങ്ങനെയും ചെയ്യാവുന്ന സാധനം അത് അയാൾ ചെയ്യും വൃത്തിയായിട്ട്. മ്യൂസിക് വിട്ടാൽ മതി. അല്ലെങ്കിൽ ഇതുപോലത്തെ അഭിമുഖമാണെങ്കിൽ കട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് എടുത്തു പോകുന്ന. മറ്റേത് പരസ്പര ബന്ധമില്ലാത്ത ഒരു 5000 ഷോട്ടുമായിട്ടാണ് ഞാൻ ഈ ഓരോ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്നത്. പരസ്പര ബന്ധമില്ലാത്ത 5000 ഷോട്ടുകൾ, ഷോട്ട് ബൈ ഷോട്ടാണ് ഇതെല്ലാം. ഈ സഞ്ചാരത്തെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കണം ആളുകൾ. അത് അനലൈസ് ചെയ്യുന്നത് എങ്ങനെയാ? ഒരു ഷോട്ട് എവിടെ തുടങ്ങി എവിടെ അവസാനിച്ചു? നിങ്ങൾക്ക് ഇത് സഞ്ചാരം ഒറ്റ എപ്പിസോഡായിട്ട് തോന്നുന്നതുകൊണ്ട് അതിന്റെ എഡിറ്റിംഗ് പെർഫെക്റ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് അതിനകത്ത് ഇത് സ്മൂത്ത് ആയിട്ട് പ്ലേ ചെയ്ത് പോകുന്നതാണ്. ഒരു സഞ്ചാരത്തിന്റെ ഒരു എപ്പിസോഡിൽ 200 ഷോട്ടുകളുണ്ട്. ശരാശരി 200 ഷോട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഒരു എപ്പിസോഡ് ആകുള്ളൂ. 200 ഷോട്ട് ഇട്ടിട്ടാണ് 20 മിനിറ്റ് ഞാൻ ഉണ്ടാക്കുന്നത്. അത് ഒറ്റ പരിപാടിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല റഷ് കാണുമ്പോൾ ഇരിക്കുന്നത്. ഇതൊക്കെ അറിയുന്ന ആളുകൾക്കല്ലേ ഇത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഇത്തരം ഒരു സാധനം ചെയ്ത് നോക്കി ഒരാൾക്ക് മനസ്സിലാവും ഇത് അത്ര എളുപ്പമല്ലാതെ. അതിനിടയ്ക്ക് ഈ സഞ്ചാരത്തിൻ്റെ ഫോർമാറ്റിനെ നമ്മൾ പല രീതിയിൽ അനുകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ തന്നെ മിമിക്രി ആർട്ടിസ്റ്റുകളല്ല. ഞങ്ങളൊക്കെ ഓഫീസിലിരിക്കുമ്പോൾ ഞങ്ങളുടെ ഓഫീസിലിരിക്കുന്ന ഒരാളെ കളിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്നത്, ഞാൻ കയറി വരുമ്പോൾ അയാൾ താടി തടവിക്കൊണ്ടിരിക്കുകയായിരുന്നു, മനസ്സിലായോ? ഇതിങ്ങനെ നമ്മൾ അനുകരിക്കാൻ ശ്രമിക്കും. അനീഷേട്ടൻ്റെ ശബ്ദമാണ്. ഒരുപക്ഷെ സന്തോഷ് ചേട്ടൻ്റെ ശബ്ദം ആദ്യ കാലഘട്ടത്തിൽ ആൾക്കാർ കേൾക്കുമ്പോൾ ഈ ശബ്ദമാണ് കേൾക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവുക. പിന്നീട് നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവും. ഇന്ന് എല്ലാവർക്കും അറിയാം ഇത് പ്രൊഡക്ഷൻ എങ്ങനെയാണെന്നൊക്കെയുള്ള അറിയാം. പക്ഷെ അന്ന് അങ്ങനെ ആയിരുന്നില്ല. അങ്ങനെ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടാവും. അല്ല, ഈ ആദ്യകാലത്തൊക്കെ ചില പരിപാടിക്കൊക്കെ ചെല്ലുമ്പോൾ ചില ക്ഷണിക്കും എന്നെ ചില ഫംഗ്ഷനൊക്കെ അവിടെ ചെല്ലുമ്പോൾ ആളുകൾക്ക് അവിശ്വസനീയമായിട്ടാണ് ഇരിക്കുന്നത്. മൈക്കിൽ കൂടെ എൻ്റെ ശബ്ദം ആദ്യം കേൾക്കുമ്പോൾ പ്രസംഗം തുടങ്ങി കഴിയുമ്പോൾ ഇത് സന്തോഷ് ജോർജ് കുളങ്ങര അല്ലാതാണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പിന്നീട് ഈ സഞ്ചാരമൊക്കെ തുടങ്ങുന്ന കാലം എന്ന് പറയുന്നത് 90s ഒരു മധ്യകാലമാണ്. 97 സഞ്ചാരം ആരംഭിക്കുന്നത്. ആ സമയത്തെയൊക്കെ നമ്മൾ നോക്കിയറിയാം. അതായത് ഒത്തിരി ഈ മീഡിയ ഹിസ്റ്ററി അറിയുന്ന ആൾക്കറിയാം. അക്കാലത്തെ ഡോക്യുമെൻ്ററീസ് ഉണ്ടെങ്കിൽ നോക്കിയറിയാം, നല്ല ശബ്ദ സൗകുമാര്യമുള്ളവരെ വോയിസ് ഓവർ കൊടുക്കൂ. അതായിരുന്നു അത്. വോയിസ് ഓവർ കൊടുക്കുന്ന ഒരു ആർട്ട് ഫോം തന്നെയായിരുന്നു. സാജൻ ആന്റണി, അങ്ങനെ കുറെ ആളുകളുണ്ട് അക്കാലത്ത് ശബ്ദം കൊടുക്കുന്ന ആളുകൾ. ദൂരദർശന്റെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഫിലിംസ് ഡിവിഷന്റെ ഡോക്യുമെന്ററികൾക്കൊക്കെ ശബ്ദം കൊടുക്കാൻ വേറൊരാൾ വേണമെന്നുള്ളതാണ് നിഷ്കർഷ. ദൂരദർശനിൽ ചെല്ലുമ്പോൾ അങ്ങനെ തന്നെ കൊടുത്തില്ലെങ്കിൽ അവർ റിജക്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു പ്രാക്ടീസ് ഉള്ള കാലത്താണ് നമ്മൾ സഞ്ചാരം തുടങ്ങുമ്പോൾ നല്ല ശബ്ദമുള്ള ഒരാൾ എന്നുള്ള നാട്ടിൽ നമ്മൾ അനീഷ് പുന്നനെ കൊണ്ടുവന്ന് ശബ്ദം കൊടുപ്പിക്കുന്നത്.